നമുക്കിന്നൊരു ഗോതമ്പ് പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ഗോതമ്പാണ്, മുഴുവൻ ഗോതമ്പാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് ഒരു 3 മണിക്കൂർ വെച്ചതാണ്. അതിന് ശേഷം കഴുകിയെടുത്തത് ഞാനത് കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഒരു 4 വിസിൽ മതി കേട്ടോ. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. ഞങ്ങളുടെ കുക്കറിൻ്റെ അതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിൽ കുറച്ചധികം വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പ് മാത്രമേ ഇടണുള്ളൂ. ഇപ്പോൾ ഇട്ട് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പായസമല്ല അത്, അധികം ഉപ്പിൻ്റെ അത് പാടില്ല. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായി വെള്ളമുണ്ട്. അപ്പോൾ അത് നമുക്ക് അടച്ച് ഇനി വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു 5 അച്ച് ബെല്ലിട്ടിട്ട് നമുക്കൊരു ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കി അത് നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഉടയണ്ട, ഒന്ന് കടിക്കാൻ നമുക്ക് കിട്ടണം. അതുപോലെ ആയിട്ട് നമുക്ക് എടുക്കാം. ആ സമയത്ത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കണം. അത് വറുത്ത് മാറ്റിയ വെളിച്ചെണ്ണയല്ല നെയ്യിലേക്ക് നമുക്ക് ഈ ഗോതമ്പ് വെന്ത് വന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ അത്യാവശ്യം നെയ്യുണ്ട്. ഇനി നമ്മൾ നെയ്യ് ചേർക്കൂട്ട. അപ്പോൾ ആ നെയ്യിലേക്കാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് ശർക്കരപ്പാനി അരിച്ചു വെച്ചതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി അതൊന്ന് ശർക്കരപ്പാനിയിൽ കിടന്ന് ഒന്ന് നന്നായി വറ്റി ഇതായി വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് കുറച്ച് കളറ് കുറവുള്ളതാണ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഒരു 2-3 ടേബിൾ സ്പൂൺ ഇതിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-ാം പാലും ഒഴിച്ചു കൊടുത്തു. ഒരു തേങ്ങയുടെ പാലാണ് ഇതിനെടുത്തത്. 200 ഗ്രാം ഗോതമ്പുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു തേങ്ങയുടെ പാല് എടുത്തത് 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് കുറവുള്ള കാരണം ഞാനൊന്ന് കാരമലൈസ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഞാൻ കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ അതിലേക്ക് ഒരു കളറ് വരും, അതിനാണ്. ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായി ഇളക്കി അതൊന്ന് പറ്റിച്ചെടുക്കണം. കാരമലൈസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. പഞ്ചസാര ആദ്യം ഇട്ടിട്ട് അത് ഒന്ന് കളറ് മാറി വരുമ്പോഴാണ് അതിൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് കട്ടയായിട്ട് തന്നെ ഇരിക്കും. എന്നാലും നമ്മൾ ആ വെള്ളത്തിൽ ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത് അത് അതിൽ യോജിച്ചോളും. അപ്പോൾ ആ കളറാണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ടേസ്റ്റും കൂടുതലുണ്ട് അങ്ങനെ ഇടുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി 1 സ്പൂണ് ചുക്കുപൊടിയും 1 സ്പൂണ് ഏലക്കായ പൊടിച്ചത്. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കാരമലൈസ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ തമ്പാലൊഴിച്ചിട്ട് ഇനി തിളപ്പിക്കരുത്. തീ ഒന്ന് ചൂടായാൽ മതി, ഓഫ് ചെയ്യാം നമുക്ക്. അതിന് ശേഷം അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ താങ്ക് യു, ബൈ.